മോർണിംഗ്. സ്ക്രീൻ കാണാമോ? കാണാം മിസ്. PDF കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ചോദിച്ചത്. Okay. Morning. Good morning. കുറച്ച് കുട്ടികളെ ഒന്ന് കയറിയിട്ട് എടുക്കാം കേട്ടോ. Morning. പാർവതി ഇന്നലത്തെ ക്ലാസ് കയറിയില്ലേ?
റെക്കോർഡഡ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ ആയോ? ശരി, നമ്മൾ ഇന്നലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം എടുത്തിരുന്നു. നെക്സ്റ്റ് നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അന്നേരം ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ 3 പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഒന്ന്, അതിന്റെ സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ദെൻ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. അങ്ങനെ 3 രീതിയിലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്താണ്? സോഷ്യൽ സിഗ്നിഫിക്കൻസ്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ് ആദ്യം നോക്കുന്നത്. പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ ഇൻക്രീസസ് their dignity by satisfying their social needs. പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ ഇൻക്രീസസ് their dignity by satisfying their social needs. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് ഈ സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രാധാന്യം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമുക്ക് കുറച്ച് സൊസൈറ്റൽ ആയിട്ടുള്ള നീഡ്സ് ഉണ്ട് അല്ലെ, സൊസൈറ്റൽ ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സ് ഉണ്ട്. അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ. സ്റ്റാഫുകളുടെ സോഷ്യൽ നീഡ്സ് ഉണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ, അത് നിറവേറ്റുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്താണ് അവരുടെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാനായിട്ട്. ഡിഗ്നിറ്റി മീൻസ് എന്താണ്? അന്തസ്സ് അല്ലെ. അതായത് ഓരോ സ്റ്റാഫുകളുടെയും സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ മാത്രമേ അവർക്ക് എന്താണ് അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ആത്മാഭിമാനവും അതേപോലെ തന്നെ അവരും സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. അപ്പൊ അത്തരം രീതിയിലായിരിക്കണം അവർക്ക് കൊടുക്കുന്ന വർക്ക്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്ത് അവരുടെ ഡിഗ്നിറ്റിയെ മാനിക്കുന്ന രീതിയിലായിരിക്കണം അവർക്ക് ആ ഒരു രീതിയിൽ നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് സോഷ്യൽ നീഡ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഡിഗ്നിറ്റിക്ക് ഒരു ഭംഗം വരുത്താതെ തന്നെ, അല്ലെങ്കിൽ ഡിഗ്നിറ്റിനെ മാനിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള മാനേജ്മെന്റ് ആയിരിക്കണം എന്തിൽ വരേണ്ടത്? ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, യെസ്, ആ ഒരു രീതിയിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാവും. അടുത്തത് പറയുന്നത് എന്താണ്? പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. By facilitating healthy working environment, it promotes teamwork in the employees. By facilitating healthy working environment, it promotes teamwork in the employees. എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ? യെസ്, ഗുഡ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? പ്രധാനമായിട്ടും ജീവനക്കാർക്കിടയിൽ ഒരു നല്ലൊരു ടീം വർക്ക് ഉണ്ടായിരിക്കണം. ടീം വർക്ക് ഉണ്ടാവുന്ന എന്താണ് ഉദ്ദേശിക്കുന്നത്? ടീം വർക്ക്. ടീം വർക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? എങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ നല്ലൊരു ടീം വർക്ക് നമുക്ക് ഉണ്ടാവുള്ളൂ? എങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള നല്ലൊരു ടീം വർക്ക് ഉണ്ടാവുള്ളൂ? യെസ്, ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം അല്ലെ. ആരോഗ്യകരമായ അന്തരീക്ഷത്തിലൂടെ നമുക്ക് എന്തിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും? എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതായത് ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷം ജീവനക്കാർക്ക് എന്താണ് അവർക്കിടയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട്, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് അവരെ സഹായിക്കുന്നു. ഓക്കെ, അതായത് മെച്ചമായ രീതിയിലുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിന് ഉത്പാദനക്ഷമതയൊക്കെ പ്രൊഡക്ടിവിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് എന്താണ് ഹെൽത്തി വർക്കിംഗ് അറ്റ്മോസ്ഫിയർ തന്നെയായിരിക്കണം ഓരോ എംപ്ലോയീസിനും ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലും നമ്മുടെ ചുറ്റുപാട് ഏതെങ്കിലും മോശമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ എന്താണ് നമുക്ക് നല്ല രീതിയിലൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, യെസ്, അപ്പൊ അതിനാൽ തന്നെ എന്താണ് ഏറ്റവും ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ ആ ഒരു പ്രൊഫഷന് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ എന്താണ് അങ്ങനെ ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റിൽ നമുക്ക് മൊത്തത്തിലൊരു ടീം വർക്ക് മൂലം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് എംപ്ലോയീസിന്റെ ഇടയിൽ സാധിക്കും. ഓക്കെ, മനസ്സിലായോ സെക്കൻഡ് പോയിന്റ്? ഇത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ വർക്കിനെ പ്രൊമോട്ട് ചെയ്യാം, ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. യെസ്,
ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. സിഗ്നിഫിക്കൻസ് ഫോർ individual enterprise. It can help the organization in fulfilling its goals by creating right attitude among the employees through effective motivation. എന്താ പറയുന്നത് ശ്രദ്ധിക്കാം. It can help the organization in fulfilling its goals by creating right attitude among the employees through effective motivation. ഒരു മിനിറ്റ്, ചിലപ്പോ നെറ്റ് കട്ടാവാനൊരു സാധ്യത ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പവർ കട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോ കട്ടായി പോകും. നിങ്ങളപ്പോ റീജോയിൻ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും ചിലപ്പോ കേട്ടോ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മോട്ടിവേഷൻ, പ്രചോദനം തരുന്ന എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും ചെയ്യുമ്പോ മോട്ടിവേഷൻ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് പ്രത്യേകിച്ച് ഒരു ജോലി സ്ഥലത്ത് മോട്ടിവേഷൻ ടെക്നിക്സ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഓൾറെഡി ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനാണ്. അതോടൊപ്പം തന്നെ എന്താണ്? ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും അല്ലെ? ഓരോ എംപ്ലോയീസിന്റെ ഇടയിൽ എന്ത് സംഭവിക്കും? അവർക്ക് അവരുടെ പെർഫോമൻസ് കുറച്ചുകൂടി മെച്ചമായിട്ട് ചെയ്യാറുണ്ട്. ഇംപ്രൂവ്മെന്റ്സ് നല്ല രീതിയിൽ ചെയ്തിരുന്ന പെർഫോമൻസിനെ കുറച്ചുകൂടി മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് എന്താണ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻ അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും അല്ലെ? അതായത് ഈ മോട്ടിവേഷൻ കൊടുക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഓർഗനൈസേഷനും ഓരോ ഗോൾ ഉണ്ട്. അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ എംപ്ലോയീസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. നല്ല രീതിയിൽ അവരുടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് വേണ്ട മോട്ടിവേഷൻ ടെക്നിക്സുകൾ കൊടുക്കണം. ഏതൊക്കെയാണ് മോട്ടിവേഷൻ ടെക്നിക്സുകൾ എന്ന് പറയുന്നത്? അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഓരോ കമ്പനീസ് കൊടുക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയായിരിക്കും? യെസ്, ബോണസ്, സാലറി പാക്കേജസുകൾ അല്ലെ? യെസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാത്തരം മോട്ടിവേഷണൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയീസിനെ അവിടെ എന്താണ് കൂടുതൽ പ്രൊവോക്ക് ചെയ്യണം അല്ലെ? ഇൻസെന്റീവ്സ് ഒക്കെ കൊടുത്തിട്ട് എന്താണ് അവരെ കൂടുതൽ നല്ല രീതിയിൽ മെച്ചപ്പെട്ട വർക്ക് അവരിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് എഫക്റ്റീവ് ആയിട്ട് അവർക്ക് മോട്ടിവേഷൻസ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് അതിനനുസരിച്ച് ഓർഗനൈസേഷന്റെ ഗ്രോത്ത് അതിനനുസരിച്ച് കൂടുകയും ചെയ്യും. അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനനുസരിച്ച് എന്താണ് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ? നല്ല റെപ്യൂട്ടേഷനിലേക്ക് ആ ഒരു സ്ഥാപനം വളർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് ജീവനക്കാരെ നമ്മൾ ഓരോ രീതിയിൽ പ്രേരിപ്പിക്കുന്നതിനനുസരിച്ച് ആ സ്ഥാപനത്തിന് തന്നെയാണ് അതിന് വിജയം ഉണ്ടാവുന്നത്. മറിച്ച് എന്താണ് ഇവിടെ ജീവനക്കാർക്ക് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല അല്ലെ? അവർക്ക് ആവശ്യമുള്ള ബെനിഫിറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള ബെനിഫിറ്റ്സുകൾ കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷന്റെ ഗോൾസിലേക്ക് അവർ എത്തിച്ചേർക്കുന്നത്. ഓക്കെ, അപ്പോ ഹ്യൂമൻ റിസോഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഈ 3 രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് എന്താണ്? അവരുടെ സോഷ്യൽ ആയിട്ടുള്ള നീഡ്സ് നമ്മൾ നിറവേറ്റുന്നതിലൂടെ എന്താണ് അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആവും. പിന്നെ നല്ലൊരു ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം നല്ല രീതിയിലുള്ള ഒരു ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് പീപ്പിൾസിന് എംപ്ലോയീസിന് ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നു. ഇഫക്റ്റീവ് മോട്ടിവേഷൻ കൊടുക്കുന്നതിലൂടെ എന്താണ് ഓർഗനൈസേഷന്റെ ഗോൾസ് അവർക്ക് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു കേട്ടോ. ആ ഒരു 3 രീതിയാണ് ഇതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ അത് 3 പോയിന്റ്സ് ഒന്ന്? ഓക്കെ, ക്ലിയർ ആണോ? യെസ്, നെക്സ്റ്റ് വൺ. ഒരു ബോക്സ് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റിലും ബോക്സ് തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്? യെസ്, ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ്, പേഴ്സണൽ മീൻസ് ജീവനക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അല്ലെ? ഹ്യൂമൻ റിസോഴ്സോ? രണ്ടും സെയിം തന്നെയാണോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പേഴ്സണൽ മാനേജ്മെന്റും രണ്ടും സെയിം തന്നെയാണോ? എന്താ തോന്നുന്നത്? സെയിം ആണ് അല്ലെ?
ഓക്കെ. പക്ഷെ രണ്ട് അപ്രോച്ചസും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതാണ് നമ്മളിൽ പഠിക്കാൻ പോകുന്നത്. അതിന്റെ വ്യത്യാസങ്ങളാണോ നമ്മളിനി നോക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് PM എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന എന്തിനെയാണ്? പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഷോർട്ട് ഫോം ആണ് PM എന്ന് പറയുന്നത്. HRM മീൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇതിൽ വന്ന് PM വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റില് ആരാണ് മാനേജ് ചെയ്യുന്നത്? കാര്യങ്ങൾ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. HRMലോ കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. രണ്ടും വ്യക്തികൾ തന്നെയാണ്, എന്നിരുന്നാൽ പോലും എന്താണ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ട്. പേഴ്സണൽ മാനേജ്മെന്റിൽ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഡീറ്റെയിൽ പ്രോസസ്സ് ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. HRMൽ എങ്ങനെയാണ്? കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കൺസേൺസ് കൊടുക്കുന്നത്. ഓക്കെ. ഡിസിഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ എന്താ ഹ്യൂമൻ റിസോഴ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ. തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. PM എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. കണ്ടോ? എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് റിലേഷൻ എന്ന് പറയുന്നത്? ആരൊക്കെ തമ്മിലാണ്? മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത്. HRMലോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്തിൽ വരുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നത്. ആ ഡിഫറൻസ് പഠിക്കണം കേട്ടോ. PMൽ എന്താ വരുന്നത്? മാനേജ്മെന്റും ട്രേഡ് യൂണിയൻസും. HRMല് എംപ്ലോയർ ആൻഡ് എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ് വരുന്നത്. ഓക്കെ. യെസ്. ഇനി പേഴ്സണൽ മാനേജ്മെന്റില് ഇവിടുത്തെ ലെവൽ എങ്ങനെയാന്ന് നോക്കാം. മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ് ഇവിടെ എങ്ങനെയാണ് വരുന്നത്? HRMല് മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ്സ്. എന്തായിരിക്കും തമ്മിലൊരു വ്യത്യാസം? PMല് ലോവർ ലെവൽ സ്റ്റാഫിനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. പക്ഷെ HRMലോ എല്ലാ ലെവലിലെ സ്റ്റാഫുകളെയും ഒരേപോലെ തന്നെ മാനേജ് ചെയ്യുന്നു അല്ലെ. എല്ലാ ലോ ലെവൽ സ്റ്റാഫ്സിനെ നമ്മൾ മാനേജ് ചെയ്യുന്നതാണ് എന്ത്? HRMൽ വരുന്നത്. പക്ഷെ പേഴ്സണൽ മാനേജ്മെന്റിലോ ലോവർ ലെവൽ സ്റ്റാഫ്സിനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? യെസ്. ഇനി പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് കോൺസെപ്റ്റ് ആണ്. ഇതൊരു പഴയൊരു ആശയമാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ പേഴ്സണൽ മാനേജ്മെന്റ് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് ഓരോ ഓർഗനൈസേഷനും പല രീതിയിൽ അവരുടെ എന്താ പറയാ അവരുടെ ഒഫീഷ്യൽ ബിസിനസ് പരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നത്. അതൊക്കെ ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ അവരെ എപ്പോഴും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടായിരിക്കും. അതിന്റെ കീഴിൽ അല്ല അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ഓൾഡ് കോൺസെപ്റ്റ്. ആദ്യ കാലങ്ങളിൽ ഇത് തന്നെയാണ് എപ്പോഴും ഉപയോഗിച്ചിരുന്നത്. ഇനി HRM എന്ന് പറയുന്നത് എന്താണ്? ന്യൂ കോൺസെപ്റ്റ്. ഇതൊരു പുതിയ ആശയമാണ്. കാരണം എന്താണ്? നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. പേഴ്സണൽ മാനേജ്മെന്റിന്റെ കുറെ പോരായ്മകൾ നികത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് എന്തിൽ വന്നിരിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വന്നിരിക്കുന്നത് അല്ലെ. യെസ്. ഓക്കെ. ഒന്നുകൂടി നോക്കാം. PM എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫസ്റ്റ് ഇവിടെ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത് അല്ലെ. അതായത് ഓപ്പറേഷൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരിക്കും? മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ഓരോ എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ്സുകൾ അല്ലെങ്കിൽ എന്താണ് പെർഫോമൻസ് മോട്ടിവേഷൻസ് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഓപ്പറേഷൻസ് മെഷീൻ ഓപ്പറേഷൻസ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്തരം കാര്യങ്ങൾ ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊസീജിയേഴ്സ് മാത്രമാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ HRM എന്ന് പറയുന്നത് അതിന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ട് എല്ലാ എംപ്ലോയീസിനും കൺവീൻസിംഗ് ആവുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ്? ട്രേഡ് യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ്. HRM എന്ന് പറയുന്നത് എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻ ആണ്. ലോവർ ലെവൽ സ്റ്റാഫിനെയാണ് എന്തിൽ മാനേജ് ചെയ്യുന്നത്? PMൽ മാനേജ് ചെയ്യുന്നത്. HRMൽ നമ്മൾ എല്ലാ ലെവൽസിലെ സ്റ്റാഫുകളെയും ഒരേപോലെ തന്നെ മാനേജ് ചെയ്യുന്നു. PM എന്ന് പറയുന്നത് ഓൾഡ് കോൺസെപ്റ്റ് ആണ്. HRM എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ. ഈ ബോക്സ് ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ബോക്സ് ഒന്ന് പഠിക്കണേ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും?
നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് HRM വരുന്ന പോയിന്റ്സുകൾ പഠിക്കാം കേട്ടോ. ഇത് പഠിക്കേണ്ടെന്നല്ല, PM പഠിക്കേണ്ടെന്നല്ല, പക്ഷെ എന്തിനും കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത് HRM എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കിയാൽ മതി. ഇനി പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡെഫിനീഷൻസ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് ഡെഫിനീഷൻസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. 3 ഡെഫിനീഷൻസിൽ 3ാമത്തെ ഡെഫിനേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, 3ാമത്തെ ഡെഫിനേഷൻ മാത്രം പഠിച്ചാൽ മതി, എല്ലാം കൂടി വാരി വെച്ച് പഠിക്കട്ട. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകാം. പക്ഷെ ഈ ലാസ്റ്റത്തെയാണ് സ്റ്റീഫൻ ഡ്യൂണിന്റെ ഡെഫിനേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതാണ് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. മറ്റൊന്നും ഇതുവരെ ചോദിക്കാറില്ല കേട്ടോ. ചോദിക്കില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദാറ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ക്യാരിഡ് ഔട്ട് ദ എഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ ആസ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രം അതർ സോഴ്സസ് ഓഫ് പവർ. പേഴ്സൺ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആവശ്യാനുസരണം മാൻ പവറിനെ മാനേജ് ചെയ്യുന്നത് അല്ലെ. അതിനുവേണ്ടി എഫക്റ്റീവ് കൺട്രോൾ മെഷേഴ്സ് ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് പേഴ്സൺ മാനേജ്മെന്റ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, ഇനി എഡ്വിൻ ഫ്ലിപ്പ്. എഡ്വിൻ എന്നാണോ പേര് നിങ്ങളുടെ ടെക്സ്റ്റില്? എഡ്വിൻ ഫ്ലിപ്പ് എന്നാണോ പേര്? യെസ്. എഡ്വിൻ ഫ്ലിപ്പ് പറയുന്നത് എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന്? പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, directing and controlling of the procurement, development, compensation, integration, maintenance and separation of human resources to the end that individual, organization and social objectives are fulfilled. Okay. അദ്ദേഹം കുറച്ചുകൂടി എൻലാർജ് ചെയ്തിട്ടാണ് ഈ ഒരു ഡെഫിനേഷൻ പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ഒരു പ്ലാനിങ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. അതായത് വിവിധ തരത്തിലുള്ള ജീവനക്കാരെ നമ്മൾ പല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യക്തമായി നടത്തുന്ന ഒരു ആസൂത്രണമാണ് എന്ത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും അല്ലെ. ഡയറക്റ്റ് ചെയ്യും, അതേപോലെ തന്നെ എന്താണ് കൺട്രോളിങ്. പ്രൊക്യൂർമെന്റ് മീൻസ് സംഭരിക്കുക, അതായത് ആവശ്യാനുസരണം ജീവനക്കാരെ നമ്മൾ സ്റ്റോർ ചെയ്യാന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. പിന്നെന്താണ് ഡെവലപ്മെന്റ് ഓൺ കോമ്പൻസേഷൻ, അവർക്ക് വേണ്ട കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്ത് ഇന്റഗ്രേഷൻ, അവരെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യാനുസരണം ഓൾ മാൻ പവേഴ്സിനെ നമ്മൾ സംയോജിപ്പിക്കുക. ദെൻ മെയിൻ്റനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ എന്താ പറയാ എന്തെങ്കിലും സെപ്പറേഷൻ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ഓരോ ജീവനക്കാരെ ഒരു ജോലി സ്ഥലത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? വേർതിരിക്കുന്നത് മാത്രമല്ല, വേർതിരിക്കുന്നത് എന്ത് തരം പ്രോസസ്സാണ്? 2-3 രീതിയിൽ സെപ്പറേഷൻ നടക്കാറുണ്ട്. അതായത് ഏതൊക്കെ രീതിയിലാണ്? ചിലവര് റിസൈൻ ചെയ്തു പോവാറുണ്ട് ജോലിയിൽ നിന്ന്. അല്ലാതെ എന്താണ് എന്തെങ്കിലും മോശമായിട്ട് ബിഹേവിയർ വരുന്ന സമയത്ത് ചിലപ്പോ ആളെ നമ്മളൊന്ന് ഡിമോട്ട് ചെയ്യും അല്ലെ, താഴത്തൊരു പൊസിഷൻസിലേക്ക് ആളെ നമ്മൾ മാറ്റാറുണ്ട്. അങ്ങനെ വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയീസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് എഡ്വിൻ ഫ്ലിപ്പ് പറയുന്നത് വെച്ചാൽ ഒരു പ്ലാനിങ് ആണ് എന്ത് പേഴ്സണൽ മാനേജ് എന്ന് പറയുന്നത്. അവരെ നമ്മൾ വ്യക്തമായ രീതിയിൽ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഡയറക്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് ആവശ്യാനുസരണം പ്രൊക്യൂർമെന്റ് ചെയ്ത് അവർക്ക് വേണ്ട കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്ത് ഇന്റർപ്രേറ്റ് ചെയ്ത് ഓർഗനൈസ് സെപ്പറേഷൻ കൊടുത്ത് അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ സൊസൈറ്റിയിലായിട്ടുള്ള ഒബ്ജക്ട്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ അവരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് എഡ്വിൻ ഫ്ലിപ്പ് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, കേട്ടിട്ട് നമുക്ക് ഇത് പഠിക്കണ്ട കേട്ടോ. ഓക്കെ, യെസ്. ഇനി തേർഡ് ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. യെസ്, തേർഡ് ഡെഫിനിഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, എന്താണ് പറയുന്നത്? ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻ ഡ്യൂൺ. സ്റ്റീഫൻ ഡ്യൂൺ തന്നെയാണോ നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത്? സ്റ്റീഫൻ ഡ്യൂൺ. ഓക്കെ, അദ്ദേഹം എന്താണ് പറയുന്നത്? കുറച്ചും കൂടി നേരത്തെ പറഞ്ഞ 2 ഡെഫിനിഷൻസിനേക്കാളും കുറച്ച് സിമ്പിൾ ആയ ഡെഫിനിഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തന്നെ പഠിക്കാൻ പറയുന്നത്. ഓക്കെ, ദ പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്, holding and motivating people that involve all managers, line and staff. ഇനി ഇദ്ദേഹം പറഞ്ഞ ഇതേ ഡെഫിനേഷൻസിൽ നിന്ന് ഓരോ പോയിന്റ്സിനെ നമ്മൾ പിന്നെയും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ പോയിന്റ്സ് മീൻസ് ആദ്യം പറഞ്ഞ എന്താണ് അട്രാക്ടിങ് പീപ്പിൾ, അതേപോലെ തന്നെ ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ്,
മോട്ടിവേറ്റിംഗ്. അങ്ങനെ 3 രീതിയിലാണ്, 3 പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് സ്റ്റീഫൻ ഡ്യൂൺ പറഞ്ഞിരിക്കുന്നത് എന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് പ്രോസസ് ഓഫ്, ഇതൊരു പ്രോസസ് ആണ്. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അട്രാക്ടിങ് പീപ്പിൾ. അപ്പൊ അട്രാക്ടിങ് പീപ്പിൾ എന്ന ഭാഗം നമുക്ക് ആദ്യം നോക്കാം. അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്ത് അട്രാക്ട് ചെയ്യുന്നതാണ്? ബൈ ഓഫറിംഗ് suitable monetary and non-monetary rewards. എന്താണ് അവരെ ആകർഷിക്കുന്ന എന്താണ് പീപ്പിൾസിനെ? ഓഫറിംഗ് suitable monetary and non-monetary reward. എന്താണ് മോണിറ്ററി റിവാർഡ്സ് എന്ന് പറയുന്നത്? മോണിറ്ററി നമ്മുടെ ലോൺസ്, അതേപോലെ തന്നെ ക്യാഷ്, ക്രെഡിറ്റ്സ് ഒക്കെയാണ് എന്തിൽ വരുന്നത്? മോണിറ്ററി റിവാർഡിൽ വരുന്നത് അല്ലെ. നോൺ മോണിറ്ററി റിവാർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? നോൺ മോണിറ്ററി, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഇൻസെന്റീവ്സ്, ബോണസ്, അല്ലെങ്കിൽ നമ്മൾ പൊസിഷൻസ് കൊടുക്കുന്നതൊക്കെ അല്ലെ, ഹൈ പൊസിഷൻസ് അല്ലെങ്കിൽ പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുന്നതൊക്കെ എന്താണ്? നോൺ മോണിറ്ററി റിവാർഡ്സിൽ വരുന്നതാണ് അല്ലെ. യെസ്, അപ്പോ ഇത് അവർ ആദ്യം അട്രാക്ട് ചെയ്യും അല്ലെ. ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ച് എന്താണ്? പീപ്പിളിനെ ആ ഒരു ജോലിയിലേക്ക് അവർ അട്രാക്ട് ചെയ്യുന്നു. യെസ്, അതിനനുസരിച്ച് എന്താണ്? ഓരോ ജോബ് ചെയ്യാനായിട്ട് ഒരു ബില്ലിംഗ് ഒന്നല്ലേ, നല്ല രീതിയിൽ റിവാർഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരെയും അത് ആകർഷിക്കപ്പെടില്ലേ? ഓക്കെ, യെസ്. അപ്പോൾ അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറയുന്നത് ഇതേപോലെ സൂട്ടബിൾ ആയിട്ടുള്ള റിവാർഡ്സുകൾ ഓഫർ ചെയ്തിട്ട് ആൾക്കാരെ ആകർഷിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അട്രാക്ടിങ് പീപ്പിൾ എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പീപ്പിൾസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് കൊടുക്കുമ്പോഴാണ്. അതേപോലെ തന്നെ എന്താണ്? ഹോൾഡിംഗ് ആൻഡ് ഓർ റീറ്റെയിനിങ്. അടുത്തത് എന്താണ്? ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ് ബൈ ഇംപ്രൂവിംഗ് ദ വർക്ക് എൻവയോൺമെന്റ്. എന്താണ് ഹോൾഡിംഗ്? അല്ലെങ്കിൽ നമുക്ക് അവരെ ഓരോ ജോലിക്കാരും അവിടെ നമുക്ക് പിടിച്ചു നിർത്താൻ, ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി നമുക്ക് എന്ത് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? എന്തായിരിക്കണം നമുക്ക് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റേണ്ടത്? യെസ്, പിടിച്ചു നിർത്താൻ പറ്റുന്ന വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കണം അല്ലെ. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗുഡ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. എന്നാൽ മാത്രമേ നമുക്ക് അവരെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഹോൾഡിംഗ് ഓർ റിട്ടേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ബൈ ഇംപ്രൂവിംഗ് ദ വർക്ക് എൻവയോൺമെന്റ് എന്നാണ് കേട്ടോ. ഇത് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഓരോ എംപ്ലോയീസിനെ നമ്മൾ നിലനിർത്തുക. ഓക്കെ, മനസ്സിലായോ ഹോൾഡിംഗ് ഓർ റിട്ടേണിംഗ് എന്താണ്? യെസ്. ഇനി അടുത്തത് എന്താണ്? മോട്ടിവേറ്റിംഗ് പീപ്പിൾ. അടുത്ത പോയിന്റിൽ പറയുന്നത് എന്താണ്? ഡെഫിനിഷൻസിൽ മോട്ടിവേറ്റിംഗ് പീപ്പിൾ എന്താണ്? മോട്ടിവേഷൻ, മോട്ടിവേറ്റിംഗ് by following progressive practices and human policies to create personal satisfaction to the employees. ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം അവർക്ക്? അതായത് അവരുടെ വ്യക്തിപരമായിട്ട് ഒരു സംതൃപ്തി നേടാനായിട്ടുള്ള മോട്ടിവേഷൻ ടെക്നിക്സുകൾ നമ്മളോട് ഉപയോഗിക്കണം അല്ലെ. എന്തൊക്കെയാണ് മോട്ടിവേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ? അവർക്ക് ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള എല്ലാത്തരം പോളിസീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും അവിടെ? മോട്ടിവേഷൻസ് ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ പറ്റും? ഗുഡ് സാലറി പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, ഗുഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അല്ലെ. ഇത് നല്ല വർക്കിംഗ് കണ്ടീഷൻസ്, അതും അതിൽ നമുക്ക് പറയാവുന്നതല്ല, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളെ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്കാണ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ വർക്ക് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? റിഫ്രഷ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ചിലപ്പോൾ പ്രോഗ്രാംസുകൾ കണ്ടെത്തി അല്ലെ. റിഫ്രഷിംഗ് പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ കമ്പനി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോഗ്രാംസുകൾ, അതായത് ഓരോ എംപ്ലോയീസിന്റെയും കഴിവുകൾ, സ്കിൽസ് തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഒക്കെ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ മോട്ടിവേഷൻ ടെക്നിക്സ് ആണ്. അപ്പൊ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആണല്ലോ അത് പങ്കെടുക്കാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ആ ഓർഗനൈസേഷനിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പിടിച്ചു നിർത്താൻ കൂടി അത് സാധിക്കുന്നു. മോട്ടിവേഷൻ ടെക്നിക്സ് ശരിക്കും പറഞ്ഞാൽ ഹോൾഡ് ചെയ്യാനും കൂടി സഹായിക്കുന്നുണ്ട് അല്ലെ. ഒരു വ്യക്തിനെ, ഒരു പേഴ്സൺ, ഒരു എംപ്ലോയിനെ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ കൂടി അത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. യെസ്, അപ്പൊ സ്റ്റീഫൻ ഡൺ പറയുന്നത് എന്താണ്? The personal management is the process of attracting, holding and motivating people that involve all managers, line and staff. എന്താണ് all managers, line and staff എന്ന് പറയുന്നത്? all managers, line and staff എന്ന് പറയുന്നത്
ഓൾ ലെവൽ സ്റ്റാഫ് അല്ലെ? യെസ്, എല്ലാ സ്റ്റാഫുകൾക്കും നമ്മൾ ഈ ഒരു രീതിയിൽ അവരെ മാനേജ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവരെ നമുക്ക് വ്യക്തമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ? നല്ല രീതിയിൽ അതായത് കൺട്രോൾഡ് ആയിട്ടുള്ള മാനറിൽ നമുക്ക് അവരെ നിയന്ത്രിതമായിട്ടുള്ള ആ ഒരു പ്രോസസ്സിലൂടെ അവരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഓരോ ജീവനക്കാരെ ആ ഒരു കമ്പനിയിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നമുക്ക് അവർക്ക് അട്രാക്റ്റിംഗ് ആയിട്ടും അവരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് എല്ലാ സ്റ്റാഫുകളെയും ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ടെക്നിക്സ് ഉപയോഗിച്ചാൽ എന്താണ്, ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ എന്താണ്, പേഴ്സണൽ മാനേജ്മെന്റ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണേ. അതിലെ ചോദിക്കുന്നത് ഇപ്പൊ ഈ 3 നമ്മൾ പഠിച്ച ഡെഫിനേഷൻസിലെ ഓരോ വേർഡ്സ് നമുക്ക് അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പീപ്പിൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ് എന്നാണ് ആൻസർ വരുന്നത്. അതുപോലെ ഹോൾഡിംഗ് ചെയ്യണമെങ്കിലുള്ള ഒരു എംപ്ലോയീസിനെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രക്രിയകൾ അവിടെ ഉപയോഗിക്കേണ്ടി വരും? അതായത് വർക്കിംഗ് ആൻഡ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉപയോഗിക്കുക. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. ആ ഒരു രീതിയിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ട് ചിലപ്പോൾ ഇത് ആരാണ് ഡിഫൈൻ ചെയ്തതെന്നും ചോദിക്കാം. ഓക്കെ, അങ്ങനെയും ചോദിക്കാം. അപ്പൊ ആരാണ് ആൻസർ? ആരാണ്? സ്റ്റീഫൻ ലൂണാണ് കേട്ടോ. ഓക്കെ, ഈ ഇപ്പൊ പറഞ്ഞ ഡെഫിനിഷൻ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കി. ശരിക്കും 3ാമത്തെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, നമ്മൾ പഠിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ. കുറച്ച് പോയിന്റ്സ് കൂടുതലുണ്ട് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജറുടെ ക്വാളിറ്റീസും ക്യാരക്ടറും ഒക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി എ സ്പെഷ്യലിസ്റ്റ് in organization theory and likely be an effective advisor to top management in organizational matters as well as being able to organize his own department. Yes, personal manager എന്ന് പറയുന്നത് ആരാണ്? സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലെ? എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും അദ്ദേഹം. പേഴ്സണൽ മാനേജറിൽ മാനേജ്മെന്റ് ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഓർഗനൈസേഷനിലെ ബിഹേവിയേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ? പ്രത്യേകിച്ച് ഓരോ പേഴ്സൺസിന്റെ ബിഹേവിയേഴ്സ് കൺട്രോൾ ചെയ്യുന്നതിൽ ബിഹേവിയറൽ സയൻസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ നോളജ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തിയറിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരിക്കും ആരാ? പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. മാത്രമല്ല ഓർഗനൈസേഷൻ മാറ്ററിൽ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വൈസർ ആയിട്ട് പ്രവർത്തിക്കാനോ അതോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്സിനെ സ്കിൽഫുൾ ആയിട്ടും ടെക്നിക്കലായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആരാ? പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ടോപ്പ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും അഡ്വൈസിംഗ് കൊടുക്കുന്നതിനും അവരെയൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എൻകറേജ് ചെയ്യുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, തന്റെ ഓർഗനൈസേഷനെ വളരെ ഏബിൾ ആയിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, അതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? He should be a real expertise in personal administration, knowledge of relevant laws, procedures and techniques. He should be real expertise. എന്തിലായിരിക്കും അദ്ദേഹം എക്സ്പെർട്ടൈസ് ആയിരിക്കുക? പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻസ് അല്ലെ? പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം എക്സ്പേർട്ട് ആയാലും പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരിക്കും അല്ലെ? അല്ലെങ്കിൽ നല്ല രീതിയിൽ
വൈദഗ്ധ്യം ലഭിച്ച ഒരു വ്യക്തിയായിരിക്കും ആരാ പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. മാത്രമല്ല പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ലോസ്, അതിന്റെ നിയമങ്ങൾ, അതിന്റെ പ്രൊസീജിയേഴ്സ്, അതിന്റെ ടെക്നിക്സ്, ഇതിനെയൊക്കെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അവയർനെസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും ആരാ പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്, he should be real expertise in personal administration, knowledge of relevant laws, procedures and techniques. Okay, then he should have an ample knowledge of behavioral science. He should have an ample knowledge. Ample means ധാരാളം കേട്ടോ, അല്ലെങ്കിൽ മതിയായ രീതിയിൽ, അല്ലെങ്കിൽ ധാരാളം എന്നൊരു മീനിങ് കേട്ടോ. Ample knowledge of behavioral science. എന്താണ് behavioral science? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എഴുതി വെച്ചിട്ടുണ്ടോ? അറിയില്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ബിഹേവിയർ സയൻസ്? ഇല്ല. നമ്മള് പണ്ട് മാത്സില് സൈൻ കോസ് തീറ്റ അതൊക്കെ പഠിച്ചിട്ടില്ലേ? കുറെ ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ കുറെ പേര്. പക്ഷെ നമ്മുടെ ലൈഫിൽ അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ? നമ്മള് ഉപയോഗിക്കാറുണ്ടോ ഡെയിലി ലൈഫില്? ഉപയോഗിക്കുന്ന മാത്സ് റിലേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും നമ്മൾ കുറെ പഠിച്ചു വെച്ചതൊന്നും എന്തിനോ വേണ്ടി പഠിച്ചതാണ് അല്ലെ? എന്തിനോ വേണ്ടി പഠിച്ചതാണ്. പക്ഷെ നമ്മൾ അന്ന് മുതലേ പഠിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല ഇതൊക്കെ, ബിഹേവിയറൽ സയൻസ് ഒക്കെ. നമുക്ക് ശരിക്കും വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇതൊക്കെയായിരുന്നു ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. കാരണം മനുഷ്യ സമൂഹത്തിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഇത്തരം ടോപ്പിക്സിലൂടെ തന്നെ അങ്ങനെ പോവാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്ത് ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ, ഹ്യൂമൻ ബിഹേവിയർ ആണ്, മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഏത് സമയം ഞാൻ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾക്ക് പറയാമോ? ഞാൻ എന്താ ചിന്തിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് എനിക്കും അറിയില്ല. പക്ഷെ ചില സിംറ്റംസ് വെച്ചിട്ട് അങ്ങനെ ചിന്തിച്ചിരിക്കാം എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? സിംറ്റംസ് നോക്കിയിട്ട്. അതിനാണ് നമ്മൾ സൈക്കോളജി സയൻസസും ഒക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് എന്തിന്റെ നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പേഴ്സണൽ മാനേജർക്ക്? He should have ample knowledge of behavioral science. ബിഹേവിയറിനെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് കേട്ടോ, ക്വാളിറ്റിയിൽ വരുന്നതാണ്. Then he must have an acute sense of social justice and be fully appreciative of the rights and interests of men and women at work, as well as the economic necessities of management. ഇനി അദ്ദേഹത്തിന് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു സെൻസ് ഉണ്ടായിരിക്കണം. സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചിട്ട്. എന്താണ് സോഷ്യൽ ജസ്റ്റിസ്? സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യനീതി അല്ലെ? യെസ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും അല്ലെ? മെയിൽ ആൻഡ് ഫീമെയിലിലൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ? യെസ്. ഇപ്പോ ബോയ്സിന് നമ്മൾ കുറച്ച് സാലറി കൂടുതൽ കൊടുത്തു, ഗേൾസിന് കുറച്ച് സാലറി കുറച്ച് കൊടുക്കണം. അത് നല്ലൊരു പ്രക്രിയയാണോ? ആണോ? അല്ല. നമ്മൾ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? ഈക്വൽ വർക്കിന് ഈക്വൽ പേയ്മെന്റ് എന്നാണ് അല്ലെ? തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് എല്ലാ ഓർഗനൈസേഷനും പിന്തുടരേണ്ട കാര്യങ്ങൾ. ഈക്വൽ ആയിട്ടുള്ള വേജസ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്താണ് ഒരേപോലെ. അവർ ചെയ്യുന്ന വർക്ക് എന്താണോ അതിനനുസരിച്ചിട്ട് ആ സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള റൈറ്റ്സുകൾ അല്ലെങ്കിൽ ഓരോരുത്തർ പ്രത്യേകിച്ച് ആണിനും പെണ്ണിനും ഒരേപോലെ തന്നെ എന്താണ് ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവരുടെ ആവശ്യകതകൾ എന്താണ്, അവർക്ക് ഏത് രീതിയിലുള്ള വേതനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ആ ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചിരിക്കണം? മാത്രമല്ല സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചുള്ള അറിവ് മാത്രമല്ല എന്താണ് ഇക്കണോമിക് നെസസിറ്റീസ് കൂടി അദ്ദേഹം അറിഞ്ഞിരിക്കണം. എന്നാൽ ഇക്കണോമിക് നെസസിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ആവശ്യങ്ങളും അവർക്കുണ്ട് അല്ലെ? സാമൂഹ്യനീതി മാത്രമല്ല ഉറപ്പുവരുത്തേണ്ടത്, സാമ്പത്തികമായിട്ടുള്ള ആവശ്യകതകളും ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം പേഴ്സണൽ മാനേജർ നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, വ്യക്തമായിട്ട് എന്താ പറയുന്നത്? സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചിട്ടും ഇക്കണോമിക് നെസസിറ്റീസിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു അക്യൂട്ട് സെൻസ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ മെൻ ആൻഡ് വുമൺ അറ്റ് വർക്ക് അല്ലെ? അവർക്ക് അതായത് ആണും പെണ്ണും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഒരേപോലെ രീതിയിലുള്ള സോഷ്യൽ സാമൂഹ്യമായിട്ടുള്ള നീതി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള
ആ ഒരു സപ്പോർട്ടിങ് ആണ് ആർക്ക് വേണ്ടത്? ഓരോ ജീവനക്കാർക്ക്. ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ എന്താണ് അവർക്ക് ഒരേപോലെ തന്നെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം സേവ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, മനസ്സിലായോ? Then he should be capable of creative thinking. He should be capable of creative thinking. എന്താ പറയുന്നത്? ക്രിയേറ്റീവ് തിങ്കിങ് എന്താണ്? ക്രിയേറ്റീവ് പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റണം അല്ലെ? പുതിയ ടെക്നിക്സുകൾ അല്ലെങ്കിൽ നോർമൽ രീതിയിലേക്കാളും കുറച്ചും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അല്ലെ? പേഴ്സണൽ മാനേജ്മെന്റിൽ കൊണ്ടുവരാനുള്ള പുതിയ ടെക്നിക്സുകൾ അല്ലെങ്കിൽ എല്ലാവർക്കും അനുയോജ്യമാകുന്ന രീതിയിൽ, എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, അനുയോജ്യമാകാന്നല്ലാതെ വേറൊരു വാക്ക് പറയുമോ നമ്മള്? വേറിട്ട ചിന്താഗതി അല്ലെ? യെസ്, ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് എന്താണ് പേഴ്സണൽ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ എല്ലാത്തരം പ്രൊസീജിയേഴ്സുകളിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കണം. ഓക്കെ, അത്തരത്തിലുള്ള ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. കേട്ടോ? യെസ്. Then he should have knowledge in problem solving techniques. He should have knowledge in problem solving techniques. അദ്ദേഹത്തിന് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പ്രോബ്ലം സോൾവിംഗ് എന്താണ്? പ്രശ്നപരിഹാരങ്ങൾ. എന്തെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു വ്യക്തമായിട്ടുള്ള എന്തുണ്ടായിരിക്കണം? നോളജ് ഉണ്ടായിരിക്കണം അല്ലെ? യെസ്. പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞതിന് എങ്ങനെ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സ്, ചിലപ്പോൾ തന്ത്രപരമായിട്ടുള്ള പല രീതികൾ ഇവിടെ കൊണ്ടുവരേണ്ടി വരും. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ചിലപ്പോൾ ഇവിടെ വേണ്ടി വരും. ബിഹേവിയർ, ഓരോ ജീവനക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടായാലും ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും എന്താണ് അതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു നല്ല രീതിയിലുള്ള നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. Then he should be capable of leadership. Next point എന്താ പറയുന്നത്? He should be capable of leadership. ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെ? നേതൃത്വം വഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ. എന്താണ് ലീഡർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? താനൊരു ലീഡറാണ്, താൻ പറയുന്ന കാര്യങ്ങൾ അവിടെ അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ആയിരിക്കും. അല്ലാതെ എല്ലാവരും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നേതൃത്വ സ്ഥാനമല്ല വേണ്ടത്. എല്ലാവർക്കും കൺവിൻസിങ് ആവുന്ന രീതിയിൽ ആ ടീമിനെ നയിക്കാനായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അങ്ങനെ ആ ഒരു രീതിയിൽ അദ്ദേഹം ക്യാപ്പബിൾ ആയിരിക്കണം. ഓക്കെ, then he should be of a friendly, tactful and approachable nature. ഇനി അദ്ദേഹം എങ്ങനെയായിരിക്കണം ജീവനക്കാരോട് ബിഹേവ് ചെയ്യേണ്ടത്? ഫ്രണ്ട്ലി മാനർ, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടായിരിക്കണം അല്ലെ? ഗുഡ് നേച്ചർ. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ എന്താണ്? ടാക്ട്ഫുൾ മീൻസ് തന്ത്രപരമായിട്ട് അല്ലെ? സൗഹാർദ്ദപരമായിട്ടും തന്ത്രപരമായിട്ടും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നേച്ചർ ആയിരിക്കും അല്ലെ? പല സിറ്റുവേഷൻ ബിഹേവിയർ ആയതുകൊണ്ട് ഇത്തരം ആൾക്കാരെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയോ അല്ലെ? അവരെ ഒന്ന് കൺവിൻസ് ചെയ്യണമെങ്കിൽ എന്താണ് ടാക്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും അപ്രോച്ച് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ചില സമയത്ത് സാധിക്കുള്ളൂ. അപ്പൊ അത് മറ്റുള്ളവർക്ക് ദ്രോഹങ്ങളെ ഉപദ്രവിക്കാത്ത രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ജീവനക്കാരോട് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഒരു ഗുഡ് അപ്രോച്ചിങ് ആയിരിക്കും. പ്രത്യേകിച്ച് ഫ്രണ്ട്ലി ആൻഡ് ടാക്ട്ഫുൾ ആയിട്ടുള്ള അപ്രോച്ചബിൾ ആയിട്ട് അപ്രോച്ചസ് ആയിരിക്കണം ജീവനക്കാരോട് അദ്ദേഹം കാണിക്കേണ്ടത്. ഓക്കെ, then he should have initiative and decision making ability. He should have initiative and decision making ability. തീരുമാനം എടുക്കാനുള്ള ഒരു നല്ലൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ട്. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുബി ഫൈസിൽ അപ്പം തന്നെ ടൈപ്പ് ചെയ്തിരുന്നു കേട്ടോ. അല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്, അതാണ് പറയുന്നത്. മുബി ഫൈസിൽ തന്നെ ഉണ്ടോ പേര് ഏതന്റെ? ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ്. തീരുമാനം എടുക്കാനായിട്ടും അല്ലെ? തീരുമാനം എടുക്കാൻ, ആ മുൻകൈ എടുക്കാൻ, ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും എന്താണ് അവിടെ എന്ത് തീരുമാനമാണ് അദ്ദേഹം അവിടെ എടുക്കേണ്ടതെന്നുള്ളൊരു അത് കറക്റ്റ് ആയിട്ട് ആ സമയത്ത് അത് വരണം. ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊക്കെ പല ആൾക്കാരും ഒരു തീരുമാനം എടുക്കാൻ, കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ലെ? പല സാഹചര്യങ്ങളിലും. അതാണ് നമ്മുടെ ഏറ്റവും പോരായ്മ എന്ന് പറയുന്നത്.
നമ്മളൊരു നല്ലൊരു ഡിസിഷൻ ആണ് അവിടെ എടുക്കുന്നതെങ്കിൽ ചിലപ്പോ അത് വളരെ സക്സസിലേക്ക് എത്തിച്ചേരും. ചിലപ്പോൾ അത് ആ ഒരു തീരുമാനം തെറ്റാണെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെയായിരിക്കും ബാധിക്കുന്നത്. ഏത് കാര്യങ്ങളാണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കരിയർ ലൈഫ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ് ഇപ്പൊ ഒരു മാനേജറിന് മാത്രമല്ല നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ ട്രെയിൻ ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ട്രെയിൻ ചെയ്യണം നമ്മളെ തന്നെ. യെസ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്താണ് നല്ല ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് he should be able to generate trust among his colleagues. He should be able to generate trust among his colleagues. What does mean trust? Trust. ആർക്കിടയിലാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കേണ്ടത്? വിശ്വാസം. ഹിസ് കൊളീഗ്സ് അല്ലെ, അദ്ദേഹത്തിന്റെ എംപ്ലോയീസിന്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു വിശ്വാസം നിലനിർത്താനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ആകരുത്. അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള മാനറിലായിരിക്കണം എന്ത് ആ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ജനറേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ട്രസ്റ്റ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കണം എപ്പോഴും അല്ലെ. യെസ്. He should be ready to cooperate with subordinate in times of difficulty. He should be ready to cooperate with the subordinates in the time of difficulty. ഒരു ഓർഗനൈസേഷൻ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കീഴുദ്യോഗസ്ഥർ, സബോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കീഴിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക്. അത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും അവരുടെ ഒപ്പം തന്നെ എപ്പോഴും കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ, സബോർഡിനേറ്റ്സിന് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ടൈംസിൽ അവരുടെ കൂടെ നിന്ന് കോപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. That he should be prompt enough to give them feedback in their handling of personal matters whenever necessary in the interest of functioning of the organization and establish the personal policies of the organization. കുറച്ച് വലിയ സെന്റൻസ് ആണ്, ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താണെന്നത്. He should be prompt enough to give them feedback in their handling of personal matters. ഒരു പോയിന്റ്സ് കട്ട് ഔട്ട് ചെയ്ത് വായിക്കും ഓരോ സെന്റൻസുകൾ. ഇത്രയും പോയിന്റ്സിൽ പെട്ടെന്ന് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അതേപോലെ ഇതൊന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. പ്രോംപ്റ്റ് മീനിങ് അറിയാലോ? പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? പ്രോംപ്റ്റ്നെസ് എന്ന് പറയുമ്പോ പെട്ടെന്ന് അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ്? ഫീഡ്ബാക്ക് എന്നല്ലാതെ എന്താണ് ആ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ക്വാളിറ്റീസ് ആണ് അവിടെ പറയുന്നത്. യെസ്, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് അവിടെ പറയുന്നത് അല്ലെ? ആണോ? പേഴ്സണൽ ആവശ്യം കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? പേഴ്സണൽ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫീഡ്ബാക്സ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് ഫീഡ്ബാക്സ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണം. രണ്ട് മാറ്റേഴ്സും ഒരേപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണം. യെസ്, അതോടൊപ്പം തന്നെ എന്താണ് ഓർഗനൈസേഷന് നല്ല പ്രവർത്തനം, നല്ല ഫങ്ഷൻസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഓർഗനൈസേഷൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം പേഴ്സണൽ പോളിസീസുകൾ അദ്ദേഹം ഓർഗനൈസേഷന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുകയും വേണം.
ഓക്കെ. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നല്ല രീതിയിൽ ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ അതിന് വേണ്ടി ഫീഡ്ബാക്സുകൾ കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ എന്താണ് ഓർഗനൈസേഷന്റെ നല്ലൊരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം പേഴ്സണൽ പോളിസീസും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയും ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ക്ലിയർ ആണോ? ഫീഡ്ബാക്കിന് പെട്ടെന്ന് ഒരുപാട് സമയം എടുക്കരുത്. പെട്ടെന്ന് തന്നെ അറിയുന്ന ഫീഡ്ബാക്സുകൾ കൊടുക്കരുത്. ഒരിക്കലും വൈകി അതായത് ഒരു കാര്യത്തിന് ഡിലേസ് വരുത്താതെ ഉടനടി തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഫീഡ്ബാക്സ് കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ. യെസ്. ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ടിക്ക് ചെയ്യണം. അത് മാത്രം നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇത്ര മുഴുവൻ പഠിക്കണ്ട. ഫസ്റ്റ് പോയിന്റ് ടിക്ക് ചെയ്യേ. ഫസ്റ്റ് പോയിന്റ് ടിക്ക് ചെയ്തിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പിക്ക് ചെയ്യാം. മൂന്നെണ്ണം. ഈ മൂന്നെണ്ണം, ആദ്യത്തെ മൂന്നെണ്ണം. ഫിഫ്ത് വൺ, അഞ്ചാമത്തെ പോയിന്റ്, ഹി ഷുഡ് ബി കാപ്പബിൾ ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. അഞ്ചാമത്തെ പോയിന്റ് ടിക്ക് ചെയ്യാം കേട്ടോ. ഫിഫ്ത് വൺ. സിക്സ്ത് വൺ. Sixth, he should have knowledge in problem solving. Then eighth one, he should be of friendly, tactful and approachable nature. Eighth one, എട്ടാമത്തെ point. എട്ടാമത്തെ point. Then 11th point, he should be ready to cooperate with the subordinates in time to difficulty. 11th point, he should be ready to cooperate with the subordinates in time of difficulty. അത്ര നിങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കുക. 1, 2, 3, 5, 6, 8, 11. Yes. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി വേറൊരു രീതിയിൽ ചോദിക്കാം. ഇതിൽ ഓരോ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് അത് നിങ്ങൾ പറഞ്ഞാൽ മതി. പേര് വിളിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായത് ഫുൾ ഇംഗ്ലീഷിൽ നിന്ന് വായിക്കേണ്ട. അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായത് മലയാളത്തിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓരോ പോയിന്റ്സ് ഓരോരുത്തരെ. നല്ല കാര്യല്ലേ അങ്ങനെ ചോദിക്കുന്നത്? ലെഫ്റ്റ് ആവരുത്. ഓരോ പോയിന്റ്സ് ഓരോ കുട്ടികൾ പറയാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, നിഷാക്ക് എന്താണ് പേഴ്സണൽ മാനേജറുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്? നിഷ പറഞ്ഞോളൂ, മൈക്ക് ഓൺ ആണ്. നിഷ, ഹസീന ഫൈസൽ, ഹസീന, ഹസീന ഒന്ന് പറയോ? എന്താണ് എന്താ പറഞ്ഞേടോ? ആര് പറയും ഫസ്റ്റ് പോയിന്റ്? ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നേ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആരാ പറയുന്നേ? അതിന് പറഞ്ഞോളൂ. പറഞ്ഞോ ധൈര്യമായിട്ടോ. Specialist in organization and organizational theory,
ആൻഡ് എഫക്റ്റീവ് അഡ്വൈസർ, അതായത് കൺട്രോൾ ബിഹേവിയർ, സ്റ്റാഫുകളുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുക എന്നാണ് പേഴ്സണൽ മാനേജറുടെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. എഫക്റ്റീവ് ആയിട്ടൊരു അഡ്വൈസർ ആണ് അല്ലെ, ടോപ്പ് മാനേജ്മെന്റ് കാര്യങ്ങൾ മാനേജ്മെന്റിൽ എഫക്റ്റീവ് അഡ്വൈസർ ആണ്. ഓർഗനൈസേഷൻ മാനേജേഴ്സ് ഒക്കെ അവർ എഫക്റ്റീവ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആര് പറയാം? അടുത്ത പോയിന്റ് കൃഷ്ണേന്ദു. ഞാൻ കൃഷ്ണ പറയോ? ഞാൻ മുമ്പേ പറയട്ടെ. പറഞ്ഞു. കൊടുക്കാം. എക്സ്പെർട്ട്, അതായത് പേഴ്സണൽ എന്താ പറയാ, പേഴ്സണൽ എക്സ്പെർട്ടൈസ് ആയിരിക്കും. പിന്നെ റിലവന്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കും ലോസിനെ കുറിച്ചും അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ടെക്നിക്സിനെ കുറിച്ചും ഒക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. തേർഡ് പോയിന്റ് ആരാ പറയുന്നത്? അതായത് ഒരു ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ പറ്റി ഒരു നല്ല നോളജ് ഉണ്ടാവും PM-ന്. വെരി ഗുഡ്. യെസ്, ഫോർത്ത് പോയിന്റ് മാം ഞാൻ പറയാം. പറഞ്ഞു. സബോർഡിനേറ്റ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്യാന് ഡിഫിക്കൽട്ടി ടൈമില് റെഡി ആയിരിക്കണം. സബോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്യാനും. ലാസ്റ്റ് പോയിന്റ് ആണോ പറഞ്ഞേ? അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഈ ഫോർത്ത് പോയിന്റ് ആരാ പറയുന്നത്? ഫോർത്ത് വൺ ആളൊക്കെ ഈ സ്റ്റാഫ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് തിങ്കിങ്, അതായത് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് മതിയായ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ പ്രോബ്ലംസ് പരിഹരിക്കാനുള്ള അറിവുണ്ടായിരിക്കണം. പ്രോബ്ലംസ്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. വെരി ഗുഡ്. നെക്സ്റ്റ് ഏത് രീതിയിൽ അപ്രോച്ച് ആയിരിക്കണം അദ്ദേഹത്തിന്റെ? ഫ്രണ്ട്ലി അപ്രോച്ച്. ടാക്ട്ഫുൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. വെരി ഗുഡ്. അടുത്ത പോയിന്റ് പ്രവർത്തകരുടെ കൂടെ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം, ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ലാസ്റ്റ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് പേഴ്സണൽ ലൈഫും പേഴ്സണൽ ആക്ടേഴ്സ്. മിസ്റ്റേക്ക് തോന്നിയില്ലേ നിങ്ങൾക്ക്? ആർക്കും അത് തോന്നിയില്ലേ? ഇവിടെ പേഴ്സണൽ മാറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? സ്റ്റാഫുകളുടെ മാറ്റേഴ്സ് ആണ്. ഓക്കെ, ആരെങ്കിലും ഒന്ന് പറയുമെന്ന് വിചാരിച്ചു. എല്ലാവരും പക്ഷെ ഒരേപോലെ അങ്ങ് ഫോളോ ചെയ്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ പറഞ്ഞു പോയി. പേഴ്സണൽ മാറ്റേഴ്സ് എന്നൊരു വാക്ക് അവിടെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതായത് സ്റ്റാഫുകളുടെ പ്രശ്നങ്ങൾക്കാണ് ഉടനടി അവർക്ക് വേണ്ട ഫീഡ്ബാക്സ് കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ എന്താണ് ഓർഗനൈസേഷന് വ്യക്തമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ അദ്ദേഹം പെട്ടെന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇന്നും കൂടെ പോയിന്റ് വായിച്ചു നോക്കണം കേട്ടോ. യെസ്, ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം.